കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ജാമ്യമെടുത്ത സിപിഐഎം. കേസിൽ 68-ാം പ്രതിയായ സിപിഐഎമ്മിനെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറാണ് കലൂർ PMLA കോടതിയിൽ ഹാജരായത്. മറ്റ് 11 പ്രതികളും കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, പാർട്ടിയും പ്രതിസ്ഥാനത്തുള്ള കേസാണ്. അതിലെ ഇപ്പോൾ നിയമ നടപടികൾ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ED സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ 28 പ്രതികളാണുള്ളത്. 28 പ്രതികളും വിചാരണ നേരിടണമെന്നുള്ള നിർദ്ദേശമാണ് കലൂർ PMLA കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ 28 പേർക്ക് സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസിലെ 68-ാം പ്രതിയായ CPM-നെ പ്രതിനിധീകരിച്ച് ആരും ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തൃശൂർ ജില്ലാ സെക്രട്ടറിയായ KV അബ്ദുൽ ഖാദർ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് പ്രകാരമാണ് ഇന്ന് രാവിലെ അദ്ദേഹം കലൂർ PMLA കോടതിയിൽ ഹാജരാവുകയും ജാമ്യമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അന്ന് ഹാജരാകാത്ത മറ്റ് 11 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ, അതായത് ഈ കേസിൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള കേസാണ്. നേരത്തെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, മുൻ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് അടക്കമുള്ളവർ ഹാജരായി ജാമ്യം എടുത്തിരുന്നു. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നതാണ്. അതായത് CPM-ന്റെ ഉന്നത നേതാക്കളുടെ അറിവോട് കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നും ബിനാമി വായ്പകൾ അനുവദിച്ചതിൽ നിന്നും ലഭിച്ച കമ്മീഷൻ തുക അത് പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുമാണ് ED-യുടെ കണ്ടെത്തൽ.